ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാനെൻ്റെ ഫസ്റ്റ് ഇഫ്താർ വിശേഷമാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് റംസാനിലെ ഫസ്റ്റ് നോമ്പിൻ്റെ നോമ്പ് തുറ വിശേഷമാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 4:30 മണിയായിട്ടുണ്ട്. 4:30 മണിക്കാണ് ഞാൻ കിച്ചണിലേക്ക് അസർ നമസ്കാരം ഖുർആനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് കഞ്ഞിയാണ്, നോമ്പ് കഞ്ഞിയാണ്. കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബിരിയാണി റൈസ് നല്ലോണം വാഷ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ട് 2 വിസിലടുപ്പിച്ചാൽ, കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ചാൽ അരി നല്ലോണം വെന്ത് കിട്ടും. വെന്ത് നല്ലോണം ഉടഞ്ഞ് കിട്ടും. അല്ലാത്ത നമ്മൾക്ക് ഒരു പാത്രത്തിലിട്ടിട്ട്, അതായത് ചെമ്പിലോ അല്ലെങ്കിൽ തട്ടിച്ചെമ്പിലോ അതിലിട്ടിട്ട് വേവിച്ചാലും ആവും, വെന്ത് കിട്ടും. പക്ഷെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അരി നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം അതിലാവശ്യത്തിനുള്ള വെള്ളം ഉപ്പിട്ടിട്ട് പിന്നെ വേവാൻ വെച്ചിട്ടുണ്ട്. വെറും 2 വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ കഞ്ഞി നല്ലോണം വെന്തുടഞ്ഞ് വരും. ഈ ടൈമിൽ ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് ഞാൻ. തേങ്ങയൊക്കെ നേരത്തെ പിന്നെ നമ്മൾ ചിരണ്ടി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. തേങ്ങ ചിരണ്ടാനുള്ള ടൈം നമുക്ക് ലാഭമാണ്. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഉള്ളിയും ഏലക്കും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. 2 ഏലക്ക ഇട്ടാൽ മതി. അപ്പോൾ അതിട്ട് അടിച്ചെടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസുള്ള പാലെടുക്കുക. പിന്നെ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയുള്ളൊരു കണക്കൊന്നുമില്ല കേട്ടോ. നല്ല ലൂസുള്ള പാലെടുക്കുക. എന്നിട്ട് കഞ്ഞി വന്നിട്ടാകുമ്പോൾ അതിലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ കഞ്ഞി റെഡിയായി. കഞ്ഞി അടുപ്പിൽ വെച്ചിട്ട് 2 വിസിലെടുക്കുന്ന ആ ടൈം തന്നെ ഞാനിപ്പോൾ പാലെടുത്തിട്ടുണ്ട്. ആ പാലെടുക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ കഞ്ഞി വെന്തിട്ടുമുണ്ട്. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പാലെല്ലാം ഒഴിച്ച് കഞ്ഞി തിളക്കാനായിട്ട് വീണ്ടും അടുപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ടൈം തന്നെ ഇപ്പം ഞാനൊരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിന്. അതിലേക്ക് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സ്നാക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ നേരത്തെ ഒരു 3 മണി ആ ടൈമിൽ തന്നെ എടുത്തിട്ട് അതിൻ്റെ ആഴ്ചയൊക്കെ പോകാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്നാക്ക് ഞാൻ പൊരിച്ചെടുക്കലാണ് ഞാനിന്ന് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ വൈറ്റ് സോസ് കട്ട്ലൈറ്റും അതുപോലെ തന്നെ ബ്രെഡിനെ കൊണ്ട് ഉണ്ടാക്കിയൊരു ക്രിസ്പി പാൻറ്റിസ് എന്ന് പറയുന്ന ഒരു കടിയുണ്ട്, ചീസെല്ലിട്ടിട്ട്. അതുമാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഒരു 2-1.5 ടീസ്പൂൺ ഗീ ഒഴിച്ച് വെച്ചിട്ട് അതവിടെ മാറ്റിയിട്ടുണ്ട്. അതേ ടൈം തന്നെ നമ്മളെ കടിയെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എണ്ണ കോരി മാറ്റി അടുത്ത സ്നാക്ക് ഇട്ട് കൊടുക്കലാണ്. നമ്മളങ്ങനെ കുറേ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇഫ്താറിനൊരു ഗസ്റ്റ് ഉണ്ട്, എൻ്റെ മൂത്തമ്മ ഉണ്ട്. ഫസ്റ്റ് നോമ്പിന് മൂത്തമ്മ നമ്മളവിടെയാണ് നോമ്പ് തുറക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്നാക്കൊക്കെ കുറച്ചധികം ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നമ്മളെ വീട്ടിൽ ആരൊക്കെ വന്നാൽ അവർക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അവരെ സ്വീകരിക്കേണ്ട. അപ്പോൾ ആ ഒരു ഇൻഡേറ്റ് വെച്ചിട്ട് ഞാൻ കുറച്ച് കടിയെല്ലാം അധികം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കടി ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ എണ്ണയിലേക്ക് നമ്മളെ ബ്രെഡ് ക്രംസ് ഒന്നും ഇങ്ങനെ അലിഞ്ഞ് ചേരില്ല, എണ്ണ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ കടിയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിന്ന് ഫുഡായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഞാനിപ്പോൾ കുക്കർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിലും ഗീയൊക്കെ ചേർത്ത് നമ്മളെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഒരു പോട്ടെടുത്ത് അതിൽ ഉള്ളി വേന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇട്ട് കൊടുത്ത് അങ്ങനെ മസാലകളൊക്കെ ഓരോന്നോരോന്നായി ഇട്ടിട്ട് ടൈം റംസാനല്ലേ, ടൈം ഇങ്ങനെ കളയണ്ട, അടുക്കളയിൽ കുറേ ടൈം കിട്ടാൻ ചൊല്ലിയാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറാകുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് അതിൽ വേണ്ട പൊടികൾ, അതായത് ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ട് കുറച്ച് ഒരു 2 ടീസ്പൂണ് ആ പച്ചമുളക് ചതച്ച ജാലിൽ വെള്ളം ഒഴിച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് 2 വിസിലടിച്ചാൽ ഉള്ളി നല്ലോണം വഴന്ന് വരും. അപ്പോൾ ആ ടൈം തന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്.
ആ ടൈം തന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിറൊക്കെ ചേർത്തിട്ട് ഒന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. നമ്മൾ ഒരു ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് മസാല അവിടെ നിന്നാകുമ്പോഴേക്ക് ഇപ്പുറത്തുനിന്ന് ഫ്രൈ ചെയ്യാനുള്ള ചിക്കന് പിന്നെ മസാല പുരട്ടി വെക്കുക. അതേ ടൈം തന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പം റൈസിനുള്ള വെള്ളം ഉണ്ടാക്കുക, റൈസ് ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ ഓരോ ടൈം തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി തന്നെ വേഗം ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നിലധികം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റംസാനിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഫ്രീ ആകാൻ പറ്റും. അതുപോലെ തന്നെ റംസാനിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് വെച്ചാൽ നമ്മൾ അടുക്കള ജോലി എളുപ്പത്തിൽ കഴിയാൻ പറ്റും. അതിനുള്ള ഞാൻ ചെയ്തു വെച്ചൊരു കാര്യം ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതുവരെ അങ്ങനെയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ അത്താഴത്തിന് എണീക്കില്ല, ആ ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്കുള്ള ചെയ്ത് വെച്ചാൽ നിങ്ങൾ വൈകുന്നേരമുള്ള ആ തിരക്കും അറിവറിയായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. അതിന് സമാധാനത്തിൽ തന്നെ നമുക്കെല്ലാം കുറച്ച് ടൈം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ മസാല അവിടെ റെഡിയാകുന്ന ടൈം തന്നെ ഞാനിപ്പോൾ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റൈസൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ അളവോ കാര്യമോ റൈസിൻ്റെ അളവോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റൈസ് ഉണ്ടാക്കുക. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി വഴന്നതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് 2 വിസിലടിച്ചതിന് ശേഷം കിഴിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ പിന്നെ ചെറിയ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 3 വിസിലടിച്ചതിന് ശേഷം ഇറക്കിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും മല്ലിയിലെല്ലാം ഇട്ടിട്ട് മസാല സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതേ കുക്കറിൽ തന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും ഒരു 2 വിസിലടുപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വിചാരിച്ചാൽ വെറും ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുറേ ടൈം എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് വേവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതേ കുക്കറിൽ തന്നെ ഇട്ടിട്ട് 2 വിസിലടുപ്പിച്ചാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ വെള്ളം വറ്റിയിട്ടാകുമ്പോൾ ചെറുനാരങ്ങ നീരും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടിച്ച് വെച്ചാൽ ചോറ് റെഡിയാവും. ഇതേ ടൈമിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചധികം ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ബിരിയാണിയിലേക്കുള്ള. അതായിരുന്നു ഫ്രൈ ആകുന്ന ടൈം ഞാൻ ജ്യൂസ് അടിക്കാൻ സ്ട്രോബെറി കട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഓഫറുള്ള ടൈം, ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിന് സാധാരണ 70 രൂപയുള്ളടുത്ത് 30 രൂപ എന്നുള്ള ഇതിനകത്ത് വന്നപ്പോൾ ഞാൻ ഒരു 5-6 പാക്കറ്റ് വാങ്ങിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റൗവിൽ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേ ടൈം തന്നെ ആവുന്ന ടൈം തന്നെ കുക്കാവുന്ന ടൈം ഞാൻ ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളെ ടൈം പെട്ടെന്ന് പോവും. അതുകൊണ്ട് ഓരോ ടൈം തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രീ ആകാം. ബാങ്ക് വിളിക്കുന്ന ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും അടുക്കളയിൽ നിന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ബാങ്കിനായിട്ട് ഒന്ന് ഫ്രഷായി, നമ്മൾ കിച്ചണിൽ നിന്നിട്ട് ആ ചൂട്ടിലെല്ലാം നിന്നല്ലോ, അപ്പോൾ ഒന്നല്ല ഫ്രഷായിട്ട് നമ്മൾ ഇച്ചിപ്പാറൊക്കെ ചൊല്ലിയിട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അല്ലാത്ത ബാങ്ക് കൊടുക്കുന്ന ആ ടൈം വരെ കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ പണിയെടുക്കരുത്. അതിന് മുമ്പ് തന്നെ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ റംസാനല്ലേ, അതിൻ്റെ ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കണം. നമ്മളെ മക്കളത് കാണണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്നാലേ അവരും അത് കണ്ട് വളരും, അവരും ആ ശീലം പഠിക്കൂ. അല്ലാണ്ട് നമ്മൾ ബാങ്ക് കൊടുക്കുന്നവരെ കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുക, എന്നിട്ട് ബാങ്ക് കൊടുക്കാനാകുമ്പോൾ എല്ലാം ഹരിപറിയായിട്ട് എടുത്ത് വെക്കുക, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാറ്. ബാങ്ക് കൊടുക്കുന്ന കുറച്ച് മുമ്പ് തന്നെ പണികളൊക്കെ തീർത്ത് പിന്നെ നമ്മളൊന്ന് ഫ്രഷായി മക്കളെയൊക്കെ കൂട്ടിയിട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മക്കളെല്ലാം ഒരുമിച്ചിരുന്ന് അതുപോലെ ഇച്ചിപ്പാറും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മളെ വീട്ടിൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതുമല്ല നമ്മളെല്ലാ കാര്യത്തിനും പഠിച്ചുകൊണ്ട് ബർക്കത്തും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഒരു ടൈമിൽ തന്നെ 2-3 പണികൾ ഒരുമിച്ച് ചെയ്ത് പെട്ടെന്ന് കിച്ചണിൽ എൻ്റെ പണി തീർക്കാൻ നോക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബിരിയാണി ദം ചെയ്യലെല്ലാം കഴിഞ്ഞ് ടേബിൾ സെറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. ബാങ്കിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മളിപ്പോൾ. എല്ലാം ഒരു 6-10 ആ ടൈം
ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ എല്ലാ പണികളും തീർന്ന് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷായി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇച്ചിപ്പാറും എല്ലാം ഇങ്ങനെ മക്കളെയും കൂട്ടി ചൊല്ലിയിട്ട് ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ നോമ്പ് മുറിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നോമ്പ് മുറിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അപ്പോൾ നോമ്പ് മുറിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ്. നോമ്പ് മുറിക്കുന്ന ടൈം ഈത്തപ്പായും വെള്ളവും അതുപോലെ ഫ്രൂട്ട്സും ജ്യൂസും കൊണ്ട് നോമ്പ് മുറിക്കും. എന്നിട്ട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് തറാവി നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്നാക്കും അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് കഞ്ഞിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇഫ്താർ വിശേഷങ്ങളാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളത്തെ ഇഫ്താർ വിശേഷമായിട്ട് നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.